ഹലോ എവരിവൺ, വെൽക്കം ടു ആസ്ക് ഐഎസ് ഫോർ ഡെയിലി ന്യൂസ് അനാലിസിസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 29th നവംബർ 2021 ന്യൂസുകളാണ്. ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്ന് ആദ്യം നോക്കാം. ഓമൈക്രോൺ പുതിയൊരു കോവിഡിൻ്റെ സ്ട്രെയിനാണ്. അതുപോലെ തന്നെ ഡിസ്റപ്ഷൻസ് ഇൻ പാർലമെൻറ്റ് ആൻഡ് NGT നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, ഇങ്ങനെ 3 ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ടോപ്പിക്കായിട്ടുള്ള ഓമൈക്രോൺ ന്യൂ കൊറോണ വേരിയൻ്റ് ആണ്. GS പേപ്പർ 2 ഹെൽത്തിൻ്റെ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. റീസെൻ്റ്ലി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ B1.1.529 സ്ട്രെയിൻ പുതിയൊരു കൺസേൺ ഉള്ള ഒരു വേരിയൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി. ഈ വൈറസ് ഫസ്റ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്തത് സൗത്ത് ആഫ്രിക്കയിലാണ്. അതിനെ റീനെയിം ചെയ്തിട്ട് ഇപ്പോൾ ഓമൈക്രോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഓമൈക്രോൺ മോസ്റ്റ് ട്രിബിളിംഗ് കാറ്റഗറി ഓഫ് COVID-19 വേരിയൻസിൽ വരുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ ഡൊമിനന്റ് ഡെൽറ്റ പ്ലസ്, ഇപ്പോൾ ഈ പറയുന്ന ഡെൽറ്റ പ്ലസ് ഉണ്ട്, അതുപോലെ തന്നെ ആൽഫ ബീറ്റ ഗാമ, ഇത്തരം റൈവലറീസിൽ നിന്നും കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒന്നാണ് ഇതെന്ന് പറയുന്നത് ഓമൈക്രോൺ എന്ന് പറയുന്നത്. ഇവർക്ക് ലാർജ് നമ്പർ ഓഫ് മ്യൂട്ടേഷൻസ് ഉണ്ട്. ഇത് സീരിയസ് കൺസേൺ ആണ് എന്നുള്ളത് കൂടി അവർ പറയുന്നുണ്ട്. ഇത് അപ്പാർട്ട് ഫ്രം സൗത്ത് ആഫ്രിക്ക, ഓമൈക്രോൺ ഇസ്രായേലിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മലായ്, ബോസ്വാന, ബെൽജിയം, ഹോങ്കോങ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പറയുന്ന കോവിഡ് വൈറസുകളെ നമ്മൾ നെയിം ചെയ്യുന്നത്? പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇന്ത്യ വൈറസ് എന്നൊക്കെ പറഞ്ഞ് ചില സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ അല്ലെങ്കിൽ ഒരു എത്നിസിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെ റീജിയണൽസിനെയോ നാഷണൽസിനെയോ പ്രൊഫഷണൽസിനെയോ ഒന്നും ബാധിക്കാൻ പാടില്ല, അവർക്കൊരു ഒഫൻസായിട്ട് വരാൻ പാടില്ല എന്നുള്ളത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു റൂളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൽഫ ബീറ്റ ഗാമ അങ്ങനെയുള്ള ഗ്രീക്ക് ലെറ്റേഴ്സിൽ നിന്നാണ് അത് നോർമലി ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് ഇനി എടുക്കേണ്ടിയിരുന്ന രണ്ടെണ്ണം എന്ന് പറയുന്നത് ഒന്ന് NU അല്ലെങ്കിൽ XI എന്ന് പറയുന്നത് XI, ഇങ്ങനെയുള്ള രണ്ടെണ്ണമായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ന്യൂ എന്ന് പറയുന്നത് നോർമലി NEW ന്യൂ എന്ന് പറയുന്ന ടേമുമായിട്ട് മിക്സ് ചെയ്ത് പോവാം എന്ന് പ്രശ്നമുള്ളതുകൊണ്ട് ആ ഒരു ടേം ഒഴിവാക്കി. സൈ എന്ന് പറയുന്നത് ചൈനയിലെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സർനെയിമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന 2 ടേംസ് ഒഴിവാക്കിയിട്ടാണ് ഓമൈക്രോൺ എന്നുള്ളൊരു നെയിം ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി ഇന്ത്യയിലെ സിറ്റുവേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലാർജ് പോപ്ഷൻ, നമ്മുടെ രാജ്യത്തുള്ള ഒരുപാട് ആൾക്കാർ കോവിഡ് നോർമലി എല്ലാ വേരിയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്, ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന രോഗത്തിന് എക്സ്പോസ്ഡ് ആയിട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പയിൻ എന്താണ്, ഒരു പ്രോപ്പർ മൊമെൻറ്റത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 44% ഇന്ത്യൻ അഡൽട്സ് ഫുള്ളി വാക്സിനേറ്റഡ് ആണ്. അതുപോലെ തന്നെ 82% അറ്റ്ലീസ്റ്റ് ഒരു ഡോസെങ്കിലും കിട്ടിയിട്ടുണ്ട്. സയൻറ്റിസ്റ്റുമാർ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മുന്നേ ഇൻഫെക്ഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ കൂടെ അവർ 1-2 വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്, ഈവൻ കമ്പയർ ടു 2 ഡോസ് മാത്രം എടുത്ത ആൾക്കാർ. ഈ വേരിയൻസിൻ്റെ കൺസേൺ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ട്രാൻസ്മിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സിവിയർ ഡിസീസ് കേസിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൻറ്റിബോഡീസിനെ അവർക്ക് ന്യൂട്രലൈസേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വാക്സിൻസ് ഇവരിൽ എഫക്റ്റ് ചെയ്യാത്തൊരവസ്ഥയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഇത് എന്തായിക്കൊണ്ടിരിക്കുകയാണ്, പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഓൾറെഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 കാറ്റഗറി അല്ലെങ്കിൽ 5 വേരിയൻസ് ആണ് ഇതിനുള്ളത്. ഓമൈക്രോൺ, അതുപോലെ തന്നെ ഡെൽറ്റ, ഗാമ, ബീറ്റ, ആൽഫ, ഇങ്ങനെയുള്ള 5 വെറൈറ്റീസ് ആണ് ഇപ്പോൾ ഇതിൻ്റെ വേരിയൻസ് ഓഫ് കൺസേൺ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് കാരണം, ഈ പുതിയ ഒരു വേരിയന്റ് വന്ന കാരണം ഇനിയും പുതിയ തരത്തിലുള്ള വേവുകൾ കൂടി ഉണ്ടാവാൻ സാധ്യതയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ വേരിയന്റ് അല്ലെങ്കിൽ സ്ട്രെയിൻ എന്നുള്ള ടേംസ് നമ്മൾ ഒരുപാട് തവണ യൂസ് ചെയ്തു അല്ലേ? ഒരു വൈറസ് റെപ്ലിക്കേറ്റ് ചെയ്ത് പുതിയതൊന്നും ഉണ്ടാവുകയാണെന്ന് വിചാരിക്കാം. അന്നേരം അതിന് എക്സാക്റ്റ് ആയിട്ടുള്ള കോപ്പീസ് തന്നെ ഉണ്ടാക്കാൻ പറ്റിക്കോളണം നിർബന്ധമില്ല, ചെറിയ തോതിലുള്ള വേരിയേഷൻസ് ഉണ്ടാവും. അങ്ങനെ അവരുടെ ജനറ്റിക് സീക്വൻസിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലാണ് അതിനെ മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ മ്യൂട്ടേഷനുള്ള ചില വൈറസുകളെ നമ്മൾ വേരിയൻസ് എന്ന് വിളിക്കാറുണ്ട്. അവർക്ക് ചിലപ്പോൾ ഒന്നോ അതിലധികമോ മ്യൂട്ടേഷൻസ് ഉണ്ടാവാം. ഇനി ഒരു വേരിയന്റ് തന്നെ എന്ത് സംഭവിക്കുകയാണ്, ഒരു പുതിയതായിട്ടുണ്ടായ ഒരു വേരിയന്റ് ചില പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ പ്രോപ്പർട്ടീസ് സാധാരണ വൈറസിൽ നിന്നും വേറിട്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഒരു പുതിയ സ്ട്രെയിൻ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ സ്ട്രെയിനും എന്ത് തന്നെയാണ്, ഒരു വേരിയന്റ് ആണ്. പക്ഷെ എല്ലാ വേരിയന്റുകളും സ്ട്രെയിൻ ആവണമെന്നില്ല. കാരണം അവർ പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നോർമൽ രീതിയിൽ നിന്നും ഡിഫറെൻറ്റ് ഫങ്ഷണൽ പ്രോപ്പർട്ടീസ് കാണിച്ചാൽ മാത്രമാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതിനെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത്, ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കി കഴിഞ്ഞാൽ ട്രാവൽ ബാൻ കൊണ്ടുവരിക, സയന്റിഫിക് അപ്രോച്ച് കൊണ്ടുവരിക. എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് അടച്ചു പൂട്ടണം എന്നല്ല പറയുന്നത്. പക്ഷേ സയന്റിഫിക് അപ്രോച്ച് ഈ പറയുന്ന ട്രാവൽ ബാനിൽ കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ
അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് മെഷേഴ്സ് കുറച്ചുകൂടി റീഇൻഫോഴ്സ് ചെയ്യുകയും നമ്മൾ ഇത്രയും കാലം പഠിച്ച കാര്യങ്ങൾ, നമ്മൾ അപ്ലൈ ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി സയന്റിഫിക്കലി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഓവർകം ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്റപ്ഷൻസ് ഇൻ പാർലമെന്റ്. GS പേപ്പർ 2-ലെ സെപ്പറേഷൻ ഓഫ് പവേഴ്സിൽ വരുന്ന ഒരു ടോപ്പിക്കാണിത്. റീസെന്റ് രാജ്യസഭ ഫ്ലോർ ലീഡേഴ്സ് എക്സ്പ്രസ് ചെയ്തൊരു കൺസേൺ എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ റിമാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പാർലമെന്റിൽ ഒരുപാട് ഡിസ്റപ്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ കാര്യം, അതിനെപ്പറ്റി തീരുമാനമെടുക്കേണ്ടത് തീർച്ചയായിട്ടും പ്രിസൈഡിംഗ് ഓഫീസറാണ്. അതല്ലാതെ ഈ ലെജിസ്ലേച്ചേഴ്സിൽ ഉണ്ടാവുന്ന വയലേഷൻസ് കാര്യങ്ങൾ മറ്റു കോൺസ്റ്റിറ്റ്യൂഷണൽ ഏജൻസീസ് കമന്റ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമാണ് മുന്നോട്ട് വന്നത്. എന്താണ് ഈ ഇഷ്യൂ? ഇപ്പോഴത്തെ പ്രസന്റ് ചീഫ് ജസ്റ്റിസ് NV രമണ റീസെന്റ് കംപ്ലൈൻ ചെയ്തൊരു കാര്യമാണ്, പാർലമെന്റിൽ പ്രോപ്പർ ആയിട്ടുള്ള ഡിബേറ്റുകൾ നടക്കുന്നില്ല. ആൻഡ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇറ്റ് ഈസ് എ സോറി സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് എന്നാണ്. അതായത് ഇത് നോർമലി ഒരു ക്വാളിറ്റി ഡിബേറ്റിന് പകരം അവിടെ വെറുതെ ബഹളം വെച്ചത് കൊണ്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. ലെജിസ്ലേച്ചറിൽ നടക്കുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ? ഇതിനു മുന്നും പല വ്യക്തികളും അല്ലെങ്കിൽ അവിടെയുള്ള ഡിസ്റപ്ഷൻസിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ അൺറൂളി ബിഹേവിയറിനെ പറ്റിയിട്ടും വയലന്റ് ആക്ഷൻസിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട്. ഇത്തരം കമന്റുകൾ വരുന്നതിന് കാരണം എന്തിനാണ്? ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ലെജിസ്ലേച്ചേഴ്സിന്റെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് കൊണ്ടുപോകുക, അവരുടെ ഡിഗ്നിറ്റി അതുപോലെ തന്നെ ഡെക്കോറം നിലനിർത്തിക്കൊണ്ട് വേണം എന്ത് ചെയ്യാൻ, അവിടുത്തെയുള്ള മീറ്റിംഗ്സ് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യേണ്ടത്. അങ്ങനെ കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നൊരു ചീഫ് ജസ്റ്റിസ് എന്നല്ല ഒരു പൗരന് പോലും അങ്ങനെ പറയേണ്ട ആവശ്യകത വരില്ല. ഇപ്പോഴത്തെ കൺസേൺ ആയിട്ട് പറയുന്നത്, ഈ അടുത്ത് ഒരു PRS ലെജിസ്ലേറ്റീവ് റിസർച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിപ്പോർട്ടിന്റെ അകത്ത് പറയുന്ന ലെജിസ്ലേറ്റീവ് ഫംഗ്ഷനിങ്ങിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 15th ലോകസഭ, അതായത് 2009 തൊട്ട് 14 വരെ ഒരുപാട് ഫ്രീക്വന്റ് ആയിട്ടുള്ള ഡിസ്റപ്ഷൻസ് ഉണ്ടായിരുന്നു. അത് ഏകദേശം ലോകസഭയുടെ 61%, രാജ്യസഭയുടെ 66% ഷെഡ്യൂൾഡ് ടൈമിൽ ഈ പറഞ്ഞ ഡിസ്റപ്ഷൻസ് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു PRS റിപ്പോർട്ടിൽ പറയുന്നത് 16th ലോകസഭ 2014 to 19 സമയത്ത് 16% സമയം മാത്രമാണ് ഈ ഡിസ്റപ്ഷൻസിന് പോയിട്ടുള്ളൂ. ആസ് കമ്പയർഡ് ടു 15th ലോകസഭ 37% പോയിട്ടുണ്ട്. പക്ഷെ 14th ലോകസഭയിൽ 13%. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കിയിട്ട് എന്താണ്, ഡിസ്റപ്ഷൻസിന്റെ കാര്യങ്ങൾ കുറയുന്നുണ്ട്. രാജ്യസഭയുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ 36% ഷെഡ്യൂൾഡ് ടൈമിൽ ഡിസ്റപ്ഷൻ കാര്യം പോകുന്നു. 15th and 14th ലോകസഭ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 32% and 14% ആണ് ഈ ടൈം ഡിസ്റപ്ഷൻ ആയിട്ട് പോകുന്നത്. എന്തൊക്കെയാണ് ഈ ഡിസ്റപ്ഷനുള്ള കാര്യങ്ങൾ? ഡിസ്റപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മീറ്റിംഗ് നടക്കുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അത് നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഡിസ്റപ്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും പബ്ലിക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും മാറ്റേഴ്സ് ഓഫ് കോൺട്രവേഴ്സിയുടെ ഡിസ്കഷൻ വരുമ്പോൾ ഡിസ്റപ്ഷൻ വരാറുണ്ട്. ചിലപ്പോൾ ഡിസ്റപ്ഷൻ എന്ത് ചെയ്യും? റൂളിംഗ് പാർട്ടീനെ അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും പുറത്തേക്ക് പോകാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അൺലിസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഡിസ്കഷന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ടൈം വയ്ക്കാത്തത് ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഡിസിപ്ലിനറി പവേഴ്സിന് കുറച്ചുകൂടി സ്കേഴ്സിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതെന്താണ്, കുറച്ചുകൂടി പവർഫുൾ ആയാൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡിസ്റപ്ഷൻസ് കുറവാകുന്നത്. അതുപോലെ തന്നെ പാർട്ടി പൊളിറ്റിക്സ്, അവിടെ തീർച്ചയായിട്ടും ഈ ലെജിസ്ലേച്ചറിൽ ഇരിക്കുന്നത് പാർട്ടി മെമ്പേഴ്സ് ആണ്. അപ്പൊ അവർ പ്രോപ്പറായിട്ട് അത് പ്ലാൻ ചെയ്തിട്ടും കൂടിയാണ് ഈ പല ഡിസ്റപ്ഷൻസും നടത്തുന്നത്. അപ്പൊ അത്തരം രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്താൽ മാത്രമാണ് ഈ പാർലമെന്റ് സ്മൂത്ത് ആയിട്ട് പോകുള്ളൂ. പാർലമെന്റ് സ്മൂത്ത് ആയിട്ട് പോയാലാണ് നല്ല പ്രോപ്പറായിട്ടുള്ള ഡിബേറ്റുകൾ നടന്നിട്ട് മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള സിറ്റിസൺസിന് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പുതിയ ലോസ് വരികയുള്ളൂ. പാർലമെന്റിൽ ഇതിൽ നമുക്ക് എങ്ങനെയൊക്കെ ഓവർകം ചെയ്യാൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എൻഫോഴ്സ്മെന്റ് വരണം. ഈ MP MLA മാർ എങ്ങനെ ഇതിൻ്റെ അകത്ത് ബിഹേവ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു കോഡ് ഓഫ് കണ്ടക്ട് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ ഓരോ മീറ്റിംഗിന്റെയും ചെയർപേഴ്സൺസ് അവരെന്ത് ചെയ്യരുത്, ആ കോഡ് ഒബ്ജക്റ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഹൗസിന്റെ ബാക്കിയുള്ള ബിസിനസ്സിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഗവൺമെന്റിന് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ വേണം, ഇതെങ്ങനെയാണ് ഒരു ദിവസത്തെ കാര്യങ്ങൾ പോവേണ്ടത്. അതൊരു ഫ്രീ ആയിട്ടുള്ള മാനറിൽ തന്നെ ഐഡിയാസ്, ഒപ്പോസിഷൻ്റെ ഐഡിയാസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവരുടെയും വേണം. അതുപോലെ തന്നെ ഒരു പ്രൊഡക്ടിവിറ്റി മീറ്റർ കൊണ്ടുവരാം, എത്ര അവേഴ്സ് നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്റപ്ഷൻസ് ഇല്ലാണ്ട് പോയി, അല്ലെങ്കിൽ ആ മീറ്റിംഗ് നടക്കുന്നതിന്റെ ടോട്ടൽ ഒരു അളവ് എടുക്കുക, എത്ര ശതമാനം നഷ്ടപ്പെട്ടു, എത്ര ശതമാനം നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്കഷൻ ഉപയോഗിച്ചു, അങ്ങനെയുള്ള ആ ഒരു ഡാറ്റാസ് കൂടി ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും പുറത്ത് വിടുകയാണ് എന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലാണ്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഈസ്റ്റേൺ സോൺ 2 കോടി
ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ മുകളിൽ ചുമത്തിയിട്ടുണ്ട്. കുർബതഹല്ലി നല്ല വാട്ടർ ചാനലാണ്, ഒഡീഷയിലെ അങ്കുൾ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു വാട്ടർ ചാനലാണ്. അതിന്റെ നാച്ചുറൽ കോഴ്സിനെ തടഞ്ഞതിന് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തതിനാണ് ഈ പറഞ്ഞ NGT അല്ലെങ്കിൽ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ത് ചെയ്ത് 2 കോടി ഫൈൻ വെച്ചിട്ടുള്ളത്. നന്ദിര റിവർ എന്ന് പറയുന്ന റിവറാണ് ഈ പറയുന്ന വാട്ടർ ചാനൽ, കുംഭഹല്ലി എന്ന് പറയുന്ന വാട്ടർ ചാനലിലൂടെയാണ് അത് എന്ത് ചെയ്തിട്ട് നാച്ചുറൽ കോഴ്സിനെ തിരിച്ചുവിട്ടത്. ഈവൻ സ്റ്റേറ്റ് അതോറിറ്റീസിന്റെ കൺവീനിയൻസോടും കൂടിയിട്ടാണ് ഈ പറയുന്ന ഒരു പ്രോസസ്സ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഈ ഒരു അവസരത്തിൽ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ 2010 ഒക്ടോബർ 18 എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നത്. ഒരു ആക്ട് പ്രകാരമാണ്, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് 2010 പ്രകാരമാണ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് എഫക്റ്റീവ് ആൻഡ് എക്സ്പീഡിയസ് ഡിസ്പോസൽ ഓഫ് കേസസ് റിലേറ്റിംഗ് ടു എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് അതർ നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസിനും അതുപോലെ തന്നെ ഫോറസ്റ്റ് കൺസർവേഷനും എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷനും റിലേറ്റ് ചെയ്യുന്ന എല്ലാ കേസുകളും എത്രയും പെട്ടെന്ന് തന്നെ എഫക്റ്റീവായിട്ട് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ഓർഗനൈസേഷനാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. ഇവരുടെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് സിറ്റിംഗ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഈവൻ ഭോപ്പാൽ, പൂനെ, കൊൽക്കത്ത, ചെന്നൈ അങ്ങനെയുള്ള സ്ഥലങ്ങളിലും കൂടിയും അവർക്ക് ട്രിബ്യൂണൽസ് സെറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഈ ട്രിബ്യൂണലിന് കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 ബാധകമല്ല. അതുപോലെ തന്നെ ഇവർ ഗൈഡ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നാച്ചുറൽ ജസ്റ്റിസ് ലോ ആണ്. ഓക്കെ, ഇവരുടെ കയ്യിൽ നമ്മളൊരു അപ്ലിക്കേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6 മാസത്തിനുള്ളിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അപ്പീൽ ഉണ്ടാവണം, അല്ലെങ്കിൽ അതിനുള്ളൊരു ഡിസ്പോസൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. ഓസ്ട്രേലിയക്കും ന്യൂസിലാൻഡിനും ശേഷം 3ാമതായിട്ടാണ് ഒരു രാഷ്ട്രം എന്ത് കൊണ്ടുവരുന്നത്, ഈ ഗ്രീൻ ട്രിബ്യൂണൽ കൊണ്ടുവരുന്നത്. അത് നമ്മുടെ ഇന്ത്യ ആണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കൺട്രി ടു ഇൻട്രൊഡ്യൂസ് സച്ച് ടൈപ്പ് ഓഫ് ഗ്രീൻ ട്രിബ്യൂണൽസ് ഈസ് ഇന്ത്യ. ഇവർക്ക് സാങ്ഷൻ ചെയ്തിട്ടുള്ള സ്ട്രെങ്ത് എന്ന് പറയുന്നത് 40 മെമ്പേഴ്സ് ആണ്. 20 എക്സ്പെർട്ട് മെമ്പേഴ്സും അതുപോലെ തന്നെ 20 ജുഡീഷ്യൽ മെമ്പേഴ്സും വേണമെന്നാണ്. അവരുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ട്രിബ്യൂണലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആയിരിക്കും. അതുപോലെ തന്നെ ജുഡീഷ്യൽ മെമ്പറായിട്ടും അദ്ദേഹം എന്ത് ചെയ്യും, സെർവ് ചെയ്യുന്നതാണ്. ഈ ആ ഒരു പോസ്റ്റ് വഹിക്കുന്ന വ്യക്തി റിട്ടയർഡ് ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ടോ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജിയോ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇവരെങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്യുന്നത് നോക്കി കഴിഞ്ഞാൽ, ഈ മെമ്പേഴ്സ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ആ സെലക്ഷൻ കമ്മിറ്റി ഹെഡ് ചെയ്യുന്നത് അപ്പോഴത്തെ സിറ്റിംഗ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ടാണ്. അതുപോലെ തന്നെ അവരുടെ അപ്ലിക്കേഷൻസും കണ്ടക്ട് ഇന്റർവ്യൂസും കാര്യങ്ങൾക്കൊക്കെ ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ മെമ്പേഴ്സിനെ പോസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജുഡീഷ്യൽ മെമ്പേഴ്സിനെ ചൂസ് ചെയ്യുന്നത് റിട്ടയർഡ് ആയിട്ടുള്ള ഹൈക്കോടതി ജഡ്ജിമാരെയും എന്താണ് ഇതിൽ ചൂസ് ചെയ്യാറുണ്ട്. എക്സ്പേർട്ട് ആയിട്ടുള്ള മെമ്പേഴ്സിനെ അപ്ലിക്കൻസ് നമുക്ക് അപേക്ഷിക്കാം. അതിനനുസരിച്ചിട്ട് അഡീഷണൽ സെക്രട്ടറിനേക്കാളും മുകളിലുള്ള ഒരു റാങ്കിലാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അഡീഷണൽ സെക്രട്ടറിയേക്കാളും റാങ്കിന് മുകളിലുള്ളതോ അവർ റിട്ടയർഡ് ആയിട്ടുള്ള സെർവിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിന്റെ എക്സ്പെർട്ട് മെമ്പേഴ്സ് ആവാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതനുസരിച്ചിട്ടാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഫോം ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ ഫ്രണ്ട്സ്. താങ്ക് യു ഓൾ ഓഫ് യു.